നമസ്കാരം. IUV വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ മേഘ. ഞാൻ രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ചിന്തിക്കുന്നത് പിറ്റേ ദിവസം എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളതായിരിക്കും കേട്ടോ. കാരണം ഇഡ്ഡലി, ദോശ, അപ്പൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് തലേ ദിവസം മാവ് തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പൊ ഞാൻ നാളെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇഡ്ഡലിയാണ്. അപ്പൊ അതിനായിട്ട് 1.5 കപ്പ് പച്ചരിയും 1/4 കപ്പ് ഉഴുന്നും കഴുകി വൃത്തിയാക്കി കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല വെള്ളം ഒഴിച്ചിട്ടാണ് കുതിർക്കാൻ വെക്കുന്നത്. ഈ വെള്ളം കൊണ്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഇനി തോരനാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് ക്യാരറ്റും ക്യാബേജും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാബേജ് നമ്മൾ അരിഞ്ഞെടുക്കുക ചെയ്തിരിക്കുന്നത്. ക്യാരറ്റ് ഈ സാധനം വെച്ചിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് ചീകി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി തോരൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു മീഡിയം സൈസ് സവോള, ഒരു കഷ്ണം ഇഞ്ചി, 5-6 പച്ചമുളക്. ഇത് വീട്ടിലുണ്ടായ പച്ചമുളകാണ്. അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. ഇനി കുറച്ച് തേങ്ങ, ഒരു പിടി തേങ്ങ. ഇനി ഈ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം. അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകും, അതുപോലെ 1.5 ടീസ്പൂൺ കടുകാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. കടുകും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് കടുക് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടുന്നുണ്ട് കേട്ടോ. കടുക് പൊട്ടിക്കഴിഞ്ഞാല് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. വല്ലാതെ മൂത്ത് പോകണ്ട, ഒന്ന് വാടിയാൽ മതി. ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നാൽ മതി. അത് വഴണ്ടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് വഴണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ നല്ലോണം മൂക്കണ്ട കേട്ടോ. അത് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും ക്യാരറ്റും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. കൂടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ 3/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അതിന് ഉപ്പൊക്കെ പാകത്തിനനുസരിച്ച് ഇടണം. ഞാൻ പറയുന്ന അളവൊക്കെ ചിലപ്പോ കറക്റ്റ് ആയിരിക്കണം എന്നില്ല. ഉപ്പിന്റെ കാര്യത്തിൽ മാത്രം കേട്ടോ. കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് നമ്മൾ ഇളക്കി മൂടി വെച്ചിട്ടുണ്ട്. വേവിക്കാനായി മൂടി വെച്ചിട്ടുണ്ട്. അപ്പൊ അതങ്ങനെ ആവട്ടെ. നമുക്ക് അതിന്റെ ഇടയിൽ അടുത്ത പരിപാടിയും കൂടി നോക്കാം. ഇന്ന് ഞാൻ മാങ്ങാക്കറിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത വീട്ടിലെ ആന്റി കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ. ഇത് വെച്ചാൽ, ഈ മാങ്ങ വെച്ചാൽ ടേസ്റ്റ് ആവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷെ ചെത്തി വന്നപ്പോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം നല്ല മൂപ്പായിട്ടുണ്ട്. പഴുപ്പായിട്ടുണ്ടെന്ന് തന്നെ പറയാട്ടോ. എന്നാലും നമ്മൾ ഇത് വെക്കാനായിട്ട് തീരുമാനിച്ചല്ലോ. നമ്മൾ ചോറ് അതിന്റെ ഇടയിൽ കുക്കറിലാണ് ചോറ് വെക്കുക. അപ്പൊ നമ്മളത് ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 വിസിൽ നമ്മൾ കേട്ടുന്നുണ്ട് കേട്ടോ. ചോറ് നമ്മൾ മട്ടരി, കുറുവരി, കുറുവരിയും തമ്മിൽ മിക്സ് ചെയ്തിട്ടാണ് വെക്കുന്നത്. മട്ടരി നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നതാണ്. കുറുവ നമ്മൾ വേറെ സെപ്പറേറ്റ് കടയിൽ നിന്ന് വാങ്ങിക്കണതാട്ടോ. അപ്പൊ അത് 2 വിസിൽ വരുമ്പോ വിസിൽ വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കി ഇടും. ഇനി നമുക്ക് മാങ്ങക്കറിയുടെ പരിപാടികൾ നോക്കാം. അതിന്റെ ഇടയിൽ ഞാൻ നമ്മളുടെ അടുപ്പത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ക്യാബേജും ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മാങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ പറഞ്ഞില്ലേ, മൂത്തുണ്ട് കേട്ടോ. പക്ഷെ പുളിയുണ്ട്. വലിയ പുളിയല്ല, മധുരമല്ലാത്തൊരു പാകമാണ് കേട്ടോ. പിന്നെ എനിക്ക് മാങ്ങാക്കറി വലിയ ഇതിലുണ്ടാക്കി പരിചയമൊന്നുമില്ല. ഞാൻ മീൻകറി എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് മാങ്ങാക്കറിയും ഉണ്ടാക്കുന്നത് കേട്ടോ. മീനിൽ ഇടുന്നില്ല എന്ന് മാത്രം. ഇനി അതിലേക്കായിട്ട് ഞാനൊരു 5
ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 3-4 പച്ചമുളക്, നമ്മുടെ വീട്ടിലുണ്ടായ പച്ചമുളകാണ്, 2 തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ചെടുക്കാം. പിന്നെ ഞാൻ ചെയ്തത് ഇതിലേക്കുള്ള തേങ്ങാപ്പാലിന് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് തേങ്ങ ചെരുകാൻ പോയിട്ടോ. അത് കഴിഞ്ഞ് അതിന്റെ ഇടയിൽ നമ്മുടെ തോരൻ നോക്കിയപ്പോ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കി പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. ആസ് യൂഷ്വൽ ഞങ്ങൾക്കൊരു 7 മണി 7:15 കൂടിയിട്ട് ഒരു പാൽ ചായ കുടിക്കണ പതിവുണ്ട് രാവിലെ. അപ്പൊ ഞാൻ ചായക്ക് വേണ്ടി പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചായയിൽ ഇട്ടിട്ട് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്കും മാത്രമാണ് കേട്ടോ ഇപ്പൊ ചായ വെക്കുന്നത്. ആ ചെറിയ ഗ്ലാസ്സിലുള്ളത് അമ്മയ്ക്കുള്ള ചായയാണ്, അതിൽ മധുരം ഇടില്ല. ഇത് എനിക്കുള്ള, ഈ കപ്പിലുള്ളത് എനിക്കുള്ള ചായയാണ്, അതിൽ മധുരം ഇടും കേട്ടോ. ഇനി നമുക്ക് റെഡി ടു കുക്ക് ചപ്പാത്തിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇവിടെ അച്ഛന് ഹോസ്പിറ്റലിൽ പെട്ടെന്ന് നേരത്തെ പോകണം, അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ ആവണം. ചപ്പാത്തി ഇന്നത്തെ മെനു അനുസരിച്ച് ചപ്പാത്തിയാണ്, പക്ഷെ ചപ്പാത്തി കുഴച്ചുണ്ടാക്കലൊക്കെ നേരം കുറെ ഡിലേ ആവും. അപ്പൊ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള റെഡി ടു കുക്ക് ചപ്പാത്തിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ അടിക്കുള്ളത് മാത്രമാണ് ഉണ്ടാക്കുന്നത്. ഒരു 3 എണ്ണം നമ്മളിപ്പോ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മുടെ കോമ്പിനേഷൻ ആയിട്ടുള്ളത് നേരത്തെ വെച്ച തോരനാണ്, ക്യാരറ്റ് ക്യാബേജ് തോരനാണ്. ചിലവർക്ക് ചാറുകറി നിർബന്ധം ഉണ്ടാവും കേട്ടോ, ഞങ്ങൾക്ക് അങ്ങനെയില്ല. പാല് പിഴിയണം. ഒരു തേങ്ങയുടെ പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, ഒരു തേങ്ങ ചെറുകിയതിന്റെ. അതിലേക്ക് തൻപാല് മാറ്റി വെക്കണം, ബാക്കിയുള്ള അത് പാല് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, കല്ലുപ്പ്, പിന്നെ കറിവേപ്പില, ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, ഉള്ളി, പച്ചമുളക്, ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അടുപ്പത്ത് വെക്കാം. മസാലകളൊക്കെ ഒന്ന് അതിലേക്ക് അലിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മള് തിളയ്ക്കുന്നത് വരെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ചിലപ്പോ പാല് പിരിയാനുള്ള സാധ്യതയുണ്ട്. അതെന്താണ് റീസൺ ഇപ്പോഴും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഒരു കാര്യമുള്ളത്, ഞാൻ ഇതിൽ മാങ്ങ ഇട്ടിട്ടില്ല, കാരണം ഓൾറെഡി നല്ല മൂത്തിട്ടുള്ള മാങ്ങയാണ്. അപ്പൊ ഒന്ന് കുറച്ച് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഇടാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നമ്മുടെ പാല്, അടുപ്പത്ത് വെച്ച പാല് നമ്മൾക്ക് തിളച്ച് വന്നിട്ടുണ്ട്, തേങ്ങാപ്പാല് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്കത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഏകദേശം വെള്ളമൊക്കെ ഒന്ന് കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മാങ്ങ ഇടാം. മാങ്ങ ഇട്ടിട്ട് നമുക്ക് അധികം തിളക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി മൂത്ത മാങ്ങയാണ്, പെട്ടെന്ന് വേവ് കേട്ടോ. അപ്പൊ അതൊന്ന് വേവ് ഒന്ന് നോക്കണം നമ്മൾ ഇടയ്ക്കൊന്ന്. എന്നിട്ട് നമ്മൾ ഇത് ഇളക്കി കൊടുക്കുക. അങ്ങനെ കുറച്ചു നേരം തിളച്ച് വന്നപ്പോഴേക്കും മാങ്ങ വെന്തിട്ടുണ്ട്. ഇതാ ഉടഞ്ഞിട്ടൊന്നുമില്ല, ഇതാണ് പാകം. അവസാനം നമുക്ക് തൻപാല് ഒഴിച്ചു കൊടുക്കാം. തൻപാല് ഒഴിച്ചാല് നന്നായി തിളയ്ക്കാൻ പാടില്ല എന്നാണ് പറയാ. ഒന്ന് വരുമ്പോഴേക്കും ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. നമ്മൾക്ക് ഇനി മീൻകറിയിലേക്ക് മാങ്ങ കറിയിലേക്ക് ഉള്ളി കാച്ചാം. ഒരു 3-4 ഉള്ളി, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് മൂത്ത് വരുമ്പോ
നമ്മുടെ കറിയിലേക്ക് മാറ്റി നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ മാങ്ങാക്കറി തയ്യാർ. അപ്പൊ നമ്മുടെ മാങ്ങാക്കറി തയ്യാറായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് പപ്പടം വറുക്കണം. പപ്പടം വറുക്കാനായിട്ട് നമ്മള് വെളിച്ചെണ്ണ ചീനച്ചട്ടിയിൽ ഒഴിച്ച് നമ്മളിതാ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടായി വരുമ്പോൾ നമുക്ക് പപ്പടം വറുത്തെടുക്കാം. അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഇതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. എല്ലാവരുടെ സപ്പോർട്ടും വേണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.